ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. കുറെ മാസങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തിയ വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒട്ടും സമയമില്ലാതെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത്തവണ ഞങ്ങൾ കണ്ണൂർ എയർപോർട്ടിലാണ് കേട്ടോ വന്നത്. അങ്ങനെ ഇതാ അമ്മയുടെ അടുത്ത് 2 ദിവസം നിന്നിട്ട് പയ്യോളിലേക്ക് പോവാണ് കേട്ടോ ഇന്ന്. സത്യം പറഞ്ഞാൽ ഈ ഒരു 2 ദിവസം എങ്ങനെ പോയെന്ന് അറിയില്ല കേട്ടോ. ഇത്തവണ ഞങ്ങൾ എത്തുമ്പോഴേക്കും ആന്റിയും മാമനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു 2 ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത്തവണ ഞങ്ങൾ പയ്യോളിലേക്ക് പോകുമ്പോൾ ചെറിയൊരു വിഷമം കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനിയൊക്കെ ഛർദ്ദിക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ജ്യൂസൊക്കെ അവിടെ നിന്ന് കുടിച്ചു. പിന്നെ ഇതാ വടകര എത്തിയപ്പോഴേക്കും അവിടെ നിന്നൊരു ചേട്ടൻ കപ്പയൊക്കെ വറുത്ത് വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതും വാങ്ങിച്ചു കേട്ടോ. സാധാരണ ഇത് ചൂടോടുകൂടി കിട്ടാറുള്ളതാണ്. മഴ ആയതുകൊണ്ടാകാം കുറച്ച് തണുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങള് വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോഴേക്കും എല്ലാരും കാത്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരോടൊക്കെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഭക്ഷണം കഴിക്കാനായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അമ്മ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സമയം ഏകദേശം 4-4:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മ ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്നൊന്നും കഴിച്ചില്ല. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടി ഏട്ടന്റെ വീട്ടിലോട്ട് പോവാണ്. ഇത് ഏട്ടന്റെ വീട്ടിലോട്ട് പോകുന്ന ഒരു വഴിയാണ് കേട്ടോ. ഈ ഒരു കനാലിന്റെ മുകളിൽ കൂടി നടന്നിട്ട് വേണം കേട്ടോ ഏട്ടന്റെ വീട്ടിലെത്താനായിട്ട്. വേറെയും വഴികളൊക്കെ ഉണ്ട്, അതൊക്കെ ഒത്തിരി ദൂരം കൂടുതലാണ് കേട്ടോ. വളഞ്ഞും തിരിഞ്ഞിട്ടൊക്കെ പോകണം. ഇതാകുമ്പോൾ പെട്ടെന്ന് എത്തും. പിന്നെ ചില സ്ഥലങ്ങളിൽ ഹൈറ്റ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടൊക്കെ നടന്നു വരുന്നവർക്ക് ഇച്ചിരി പേടിയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇതാ അവിടെ എത്തിയപ്പോഴേക്കും അച്ചാച്ചനും അച്ഛമ്മയ്ക്ക് ഇവിടേക്ക് കാത്തിരിപ്പുണ്ടായിരുന്നു. ഇനി ഓടി ചെല്ലുകയാണ് കേട്ടോ അങ്ങോട്ടേക്ക്. അങ്ങനെ അവരോടൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിട്ടാ. ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ അമ്മ ഇവിടെ ചിക്കൻ കറിയും മീൻ കറിയും മീൻ വറുത്തതും ചിക്കൻ വറുത്തതും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അപ്പം തന്നെ ചായയും കുടിച്ചു കേട്ടോ. ചായയുടെ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചായയും അപ്പം തന്നെ കുടിച്ചു. ചായക്ക് ഇതാ പഴംപൊരി ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നീട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. സാധനങ്ങളൊക്കെ അതേപടി കാർന്നെടുത്ത് ഹോളിലോട്ട് വെച്ചിട്ടാണ് കേട്ടോ പോയത്. ഇനിയിപ്പോ ഇതാക്കി ഒന്ന് നേരെയാക്കി എടുക്കണം. ഇതിപ്പം എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ന് ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന നിപ്പാണ് കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ കൊണ്ടുവന്നതിൽ കൂടുതലും തുണികളായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ കരുതിയ തുണികളൊക്കെ ആദ്യം ഒന്ന് മടക്കി വെക്കാന്ന്. അങ്ങനെ അതൊക്കെ മടക്കി വെച്ച് പകുതി ആയപ്പോഴാണ് കേട്ടോ ഓർത്തത് ഇതൊക്കെ മടക്കി എടുത്ത് വെക്കാനുള്ള കബേർഡില് തുണികളൊക്കെ പൂപ്പല് വന്ന് കിടക്കായിരുന്നു കേട്ടോ. ഇപ്പൊ ഞങ്ങൾ പോയിട്ട് 9-10 മാസമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മുടെ കബേർഡിലെ തുണികളൊക്കെ പൂപ്പല് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മടക്കി വെക്കലും അടുക്കി വെക്കലൊക്കെ 1 മാസത്തേക്കാണ് കേട്ടോ. 1 മാസം കഴിഞ്ഞ പിന്നെയും ഞങ്ങൾ പോകാനുള്ള ടൈമായി. പിന്നെയും ഇതന്നെ അവസ്ഥ കേട്ടോ. തിരിച്ച് പെട്ടിയിലോട്ട് എടുത്തു വെക്കണം. ഇതിനിടയിൽ നോവ ഓരോന്നും പെറുക്കി പെറുക്കി നടക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങോട്ട് നോക്കുന്നത്. അവിടെ നോവ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞാൻ ഒരുവിധം സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി വെക്കുകയാണ്. പിന്നെ ഇത്തവണ എൻ്റെ അധികം ഡ്രസ്സ് ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഏട്ടൻ്റെതും പിന്നെ മക്കളതുമാണ് കൂടുതലും ഡ്രസ്സ് ഉള്ളത്. പിന്നെ ഇതുപോലെ നമ്മൾ അടുക്കി വെക്കുന്ന ടൈമിൽ ആദ്യം തന്നെ ആ ഒരു ഡ്രസ്സൊക്കെ ഒന്ന് അടുക്കി വെക്കുകയാണെങ്കിൽ കുറേ ഒക്കെ ഒന്ന് ഒതുങ്ങി കിട്ടിയ പോലെ തോന്നും കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ ഈ ഒരു തുണി മടക്കി വെക്കുക എന്നുള്ളത് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് കേട്ടോ. പിന്നെ ഈ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒത്തിരി അങ്ങോട്ട് ഭാരം കൂടുതൽ പോലെ തോന്നും. അങ്ങനെ ഭാരിച്ച് ചെയ്യുന്ന ഒരു ജോലിയാണ് കേട്ടോ ഇത്. പിന്നെ ഇത് കബേർഡിലെ തുണികളൊക്കെ ഞാൻ ആദ്യം അടുക്കി വെച്ചിട്ട് പോയ തുണികളൊക്കെ നന്നായിട്ട് പൂപ്പല് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണ വരുമ്പോൾ ഇത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്തവണ മഴ കാരണം ആയതുകൊണ്ടാവാം നന്നായിട്ട് പൂപ്പലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വീടൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വീട് അച്ഛനും പിന്നെ അതുപോലെ തന്നെ അമ്മയൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 1 മാസമൊക്കെ കൂടുമ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ചേച്ചി വരുമായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ അവരുള്ളത് കൊണ്ട് തന്നെ വീടൊന്നും വൃത്തികേടായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനിത് ആ ഒരു പൂപ്പൽ വന്ന തുണികളൊക്കെ ഇതുപോലെ ബാസ്ക്കറ്റിലോട്ട് മാറ്റാൻ കേട്ടോ. ഇപ്പൊ കഴുകി ഉണക്കുക എന്നുള്ളത് നടക്കാത്ത സംഭവമാണ്. ഇപ്പൊ മഴയും കൂടിയല്ലേ, അപ്പൊ പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടുകയും ചെയ്യില്ല. മാത്രമല്ല കുറെ അധികം തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് പൂപ്പൽ ഉണക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വെയിലൊക്കെ വരുന്ന ടൈമിൽ കുറച്ചായിട്ട് എടുത്ത് കഴുകിയിട്ട് ഉണക്കി വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ അതൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ അതൊക്കെ അടുക്കി വെക്കുമ്പോഴേക്കും ഏകദേശം രാത്രി 9-9:15 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് പിന്നെ വന്ന ഉടനെ ആയതുകൊണ്ട് ഇവിടെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രിത്തെ ഭക്ഷണം കൂടി ഏട്ടൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. ഇനിയിപ്പോൾ നാളെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേണം കേട്ടോ ഇവിടുന്ന് എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ ഇത് പൂപ്പൽ വന്ന തുണികളൊക്കെ ഞാൻ ഇതുപോലെ ബാസ്ക്കറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം പുതിയ തുണികളൊക്കെ ഒന്ന് അടുക്കി വെക്കണം.
ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് വേണം ആ ഒരു പരിപാടികളൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പിന്നെ ഈ ഒരു ചാനൽ ഞാനിരുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.